ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്ലൈഡ് മേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു ഓറഞ്ച് നിറത്തിലുള്ളൊരു ഐക്കൺ കാണാം, പ്രസൻറ്റേഷൻ എന്നുള്ളത്. അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം അത് ലോഡായി വരുമ്പോൾ അതിലൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. ഇതിൽ ടെംപ്ലേറ്റ്സ് എടുക്കണമെന്നില്ല, ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ ആ ഒരു പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്ത് താഴെ കളർ കൊടുത്ത് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയ സ്ലൈഡുകൾ ആഡ് ചെയ്യാൻ താഴെയുള്ള പ്ലസ് സിമ്പലിലൊന്ന് ടച്ച് ചെയ്താൽ മതി. ദെൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള ടീയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. അതിന് നമുക്ക് റീസൈസ് ചെയ്യാം. ദെൻ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് ഞാൻ ആൽഫബറ്റ്സ് എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്നതാണ് നെക്സ്റ്റ് സ്ലൈഡ്സ്. ആ നെക്സ്റ്റ് സ്ലൈഡ്സ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടെക്സ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ലെറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതും തന്നെ റീസൈസ് ചെയ്യും, വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാൻ താഴെയുള്ള എ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. താഴെ എഫ് കാണാം, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സിൽ പോവുക. ഞാൻ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇമേജുകൾ ആ എലമെൻറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായി, ആ ഒരു ഇമേജ് നമുക്ക് കിട്ടി, ഒരു എലമെൻറ്റ് നമുക്ക് കിട്ടി, ക്യാപിറ്റൽ ലെറ്റർ എ. ദെൻ നമുക്ക് സ്മോൾ ലെറ്റർ എ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, അതിൻ്റെ ഒരു ഇമേജും നമുക്ക് എന്ത് ചെയ്തു കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, കൊടുന്ന് വെച്ചു. ഓക്കെ, ഇതിന് നമുക്ക് എന്തെങ്കിലും അനിമേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ആ ഒരു ലെറ്ററിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം. ഓക്കെ, അനിമേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ മൂവ്മെൻറ്റൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പിക്ചേഴ്സിനോ ലെറ്റേഴ്സിനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലുള്ള മൂവ്മെൻറ്റുകൾ കൊടുക്കാം കേട്ടോ. ദെൻ ഒരു ന്യൂ സ്ലൈഡ് എടുത്തു. എലമെൻറ്റ്സിൽ വീണ്ടും ഞാൻ ഒരു ഇത് സെർച്ച് ചെയ്യാണ്, ഡ്രോയിങ് ലെറ്റർ അല്ലെങ്കിൽ ട്രേസിങ് ലെറ്റർ എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇതിലുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ലെറ്റർ ട്രേസിങ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇമേജുകൾ കിട്ടുകയാണെങ്കിൽ അതൊന്ന് നമുക്ക് ഇതിൽ കൊടുത്ത് നോക്കാം. അതിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാതെ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലെറ്റർ ട്രേസിങ് സ്മോൾ ലെറ്റർ എയും ഞാൻ എലമെൻറ്റ്സിൽ നിന്ന് തന്നെ പോയിട്ട് എടുത്തിട്ടുണ്ട്. എലമെൻറ്റ്സിൽ പോയിട്ട് ഞാൻ ആപ്പിൾ എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഇമേജുകൾ വരും. അപ്പോൾ അത് നമുക്കതിൽ കൊണ്ടുപോയി ഇടാം. ദെൻ ടെക്സ്റ്റിൽ പോയിട്ട് ആപ്പിൾ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ നിങ്ങൾക്ക് ആൻഡ്, അലിഗേറ്റർ, ആക്സ് ഒക്കെ നിങ്ങൾക്ക് ഇമേജുകളൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ദെൻ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടൈറ്റിലുകളോ ക്യാപ്ഷൻസൊക്കെ ഇതേപോലെ കൊടുക്കാം. നൗ ഇറ്റ്സ് ടൈം ഫോർ റൈം എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു റൈം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇമേജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എലമെൻറ്റ്സിൽ പോയിട്ട് ഞാൻ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഗാലറിയിലുള്ള ഫയലുകളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽസിലാണ്. അപ്ലോഡിന് താഴെ നമുക്കൊരു ഐക്കൺ കാണാം. അതിൽ അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ ഒക്കെ നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ചാറ്റ് ജിപിടിയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും റൈംസൊക്കെ നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം, ലെറ്റർ എയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു റൈം എടുത്തിട്ട് അതിനെ കോപ്പി ചെയ്ത് ഞാൻ ക്യാൻവയിൽ കൊണ്ടുവന്ന്
പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേസ്റ്റ് ചെയ്യേണ്ടത്. ടി എന്ന് പറയുന്ന ഐക്കൺ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് നമ്മുടെ റൈം ഇതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ സ്ലൈഡ് നമുക്കൊന്ന് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ ചെയ്യുന്നത് ആ മുകളിലുള്ളൊരു യൂട്യൂബ് പോലെ ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിൾ വെച്ചിട്ടാണ് അത് സ്ലൈഡ് ഷോ ചെയ്യുന്നത്. പിന്നെ മുകളിലേക്ക് ഒരു ആരോ സിമ്പിൾ കാണാം, അത് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി പറയുന്നത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്ലൈഡ് ഉണ്ടാക്കാമെന്നാണ്. അത് അപ്പോൾ അത് ChatGPTയിൽ പോയിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ സ്ലൈഡിനുള്ള ലെറ്റർ എക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ സ്ലൈഡിനുള്ള കണ്ടൻറ്റ് ചോദിക്കുന്നുണ്ട്. അത് ഓരോ സ്ലൈഡ് വൈസ് സ്ലൈഡായിട്ട് നമുക്ക് തരും കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ പ്രിപ്പയർ പ്രസൻറ്റേഷൻ കണ്ടൻറ്റ് ടു ടീച്ച് ലെറ്റർ എ ടു KG സ്റ്റുഡൻസ് ആണ് നമ്മൾ പ്രത്യേകം കൊടുക്കണം. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് നമുക്ക് ഓരോ സ്ലൈഡിലേക്കുള്ള കണ്ടൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈഡിലെ കണ്ടൻറ്റിനെ മൊത്തം കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ക്യാൻവയിലേക്ക് പോവുക. അതിൽ യുവർ ഡിസൈൻ ടെംപ്ലേറ്റ്സ് AI എന്ന് കാണാം. ആ AIയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത കണ്ടൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് AI യൂസ് ചെയ്തിട്ട് സ്ലൈഡുകൾ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ChatGPTയിൽ നിന്ന് എടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഇപ്പോൾ അതിൽ ഓരോ സ്ലൈഡുകളും എന്തൊക്കെ വരുന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ടൈം ആ ഒരു ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള സ്ലൈഡ് നമുക്ക് കിട്ടി. ഇതിൽ പ്രോംപ്റ്റിൽ ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുകളിലുള്ള യൂസ് ക്യാൻവ എഡിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ മുകളിലുള്ള സ്ലൈഡ് ഷോ ബട്ടൺ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലൈഡ് വ്യൂ ആവും. അപ്പോൾ ഇതാണ് നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് കിട്ടിയിട്ടുള്ള ഒരു സ്ലൈഡ്. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇതിലും എഡിറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി പറയാനുള്ളത്, നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. മുകളിലുള്ള ആ ഡസ്റ്റ്ബിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോകും. ഇനി ഡിലീറ്റ് ആയ സാധനം നമുക്ക് തിരിച്ച് കിട്ടാന്നുണ്ടെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു ആരോ സിമ്പിൾ കാണാം. ഡിലീറ്റ് ആയതിനെ നമുക്ക് തിരിച്ചെടുക്കാം.